നമസ്കാരം. ബീഹാറിന്റെ തലസ്ഥാനമായ പട്നയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇന്ന് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാനാണ് ഞങ്ങൾ പോകുന്നത്. ജയനഗറിൽ നിന്ന് ഇപ്പോഴാണ് ഞങ്ങൾ ഇവിടെ വന്ദേ മെട്രോയിൽ വന്നിറങ്ങിയത്. ഇതാണ് പട്ന ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. അങ്ങ് അവിടെയായിട്ട് ബുദ്ധൻ്റെ ഒരു ഫോട്ടോ കാണാം. പിന്നെ ഇവിടെയായിട്ട് ബോധി വൃക്ഷം, പിന്നെ ഇവിടെ ചന്ദ്രഗുപ്ത മൗര്യൻ, നളന്ദ യൂണിവേഴ്സിറ്റി, അങ്ങനെ പല ഫോട്ടോകൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗത്തായിട്ട് കാണാം. അപ്പോൾ ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ ഇങ്ങനെയാണ്, നല്ല മഴയാണ്. ഇവിടെ തന്നെ കാണുന്ന ഒരു ക്ഷേത്രമില്ലേ, ഇതാണ് മഹാവീർ മന്ദിർ. പട്നയിലെ പ്രധാനപ്പെട്ടൊരു ക്ഷേത്രമാണിത്. പിന്നെ ഇവിടെ തന്നെ പെഡസ്ട്രിയൻ സബ്വേ, ഇത് പുതുതായിട്ട് ഇപ്പോൾ ഇവിടെ നിർമ്മിച്ചതാണ്. ഞങ്ങളിവിടെ റൂമൊക്കെ എടുത്തിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ ഒരു 400 മീറ്റർ മാറിയിട്ടാണ് റൂം. ഞങ്ങൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു ഈ മഴ കുറയുമോ എന്ന് നോക്കാൻ. എവിടെ എന്തായാലും നനഞ്ഞു കുളിച്ചു പോവാ അല്ലേ. നമ്മള് നാട്ടിൽ വരുമ്പോൾ തന്നെ കുട കയ്യിൽ കരുതിയോണ്ട് എന്തായാലും ഉപയോഗിക്കപ്പെട്ടു. ഇവിടെ ഒരുപാട് ആൾക്കാർ നനഞ്ഞോണ്ട് ഞാൻ നടക്കുന്നു. വെള്ളം നല്ല വെള്ളമാണ്. ഇതാ സൈക്കിൾ റിക്ഷകളൊക്കെ പോകുന്നത് കണ്ടോ. ഇതിലേക്കൂടെ ഇനിയിപ്പോൾ അങ്ങനെ നല്ല ഇതുണ്ടല്ലോ, നല്ല രീതിയിൽ തന്നെ വെള്ളമുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടാണ് നടന്നിട്ട് പോവാൻ. അതിൻ്റെ സൈഡിലൂടെ അല്ലെങ്കിൽ നടക്കാം, അല്ലെങ്കിൽ അങ്ങ് അതിലൂടെ നടക്കണം. എന്നാ അതുവഴി പോവാം, അതുവഴി ഇറങ്ങി പോവാം. കാരണം വെറുതെ വെള്ളം ചവിട്ടി പോകണ്ടല്ലോ അല്ലേ. വേറെ കാര്യമുണ്ട്, കഴിഞ്ഞ തവണ അതായത് 1 വർഷം മുന്നേ ഇവിടെ പട്നയിൽ വന്ന സമയത്ത് കൊടും ചൂടായിരുന്നു. ചൂട് മാത്രമല്ല, അന്നേരം ഈ ഒരു സബ്വേ ഉണ്ടായില്ല. അന്നതിന്റെ പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. സബ്വേക്ക് ഇവിടെ എസ്കലേറ്റർ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് വന്നത് എന്തായാലും ഉപകാരമായി. വെറുതെ ആ ഒരു വെള്ളത്തിലും ചവിട്ടി റോഡ് ക്രോസ് ചെയ്യണ്ടല്ലോ. ഏറ്റവും നല്ലൊരു ഓപ്ഷൻ തന്നെയാണിത്. മഴയും നനയില്ല. എന്തായാലും ഇത് അടിപൊളിയായി കേട്ടോ. പക്ഷെ ഇവിടെ നല്ല വഴുക്കലുണ്ട്, നല്ല വെള്ളമല്ലേ. ഇനി അതുവഴിയാണ് പോകാനുള്ളത്. ഇതൊരു തിരക്കേറിയൊരു ഭാഗമാണ്. എല്ലായിടത്തും വെള്ളക്കെട്ട് തന്നെയാണ്. ഇവിടെ ഒരു പാലമുണ്ടേ, അതിൻ്റെ താഴെ ഭാഗത്താണ് നല്ല തിരക്ക്. എന്താ ഓരോ ഭാഗത്തെയും സ്ഥലത്തിൻ്റെ പേരുകളൊക്കെ ഇവിടെ കൊടുത്തത് കാണാം. പട്ന മ്യൂസിയം, അങ്ങനെ പലതും ഉണ്ട്. നല്ല ശബ്ദമലിനീകരണമാണ്. നിരത്തി അങ്ങ് ഹോണടിക്കും. പിന്നെ ഇന്ന് മഴയായതുകൊണ്ട് ഇതുപോലെയുള്ള സൈക്കിൾ റിക്ഷകളില്ലേ, അതിനെല്ലാം നല്ല ബുദ്ധിമുട്ടായിരിക്കും. കുറേ പേര് മഴയൊക്കെ നനഞ്ഞുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ഇത് അത്യാവശ്യം നല്ല റോഡാണേ, നല്ല വീതിയുള്ള റോഡ്. ഫുട്പാത്ത് ഉണ്ടെങ്കിലും അതിലൂടെ നടക്കാൻ പറ്റില്ല. അതവിടെ വർക്ക് നടക്കുക, കയറാൻ പറ്റില്ല. ഇത് CNG ആണ് ഈ ബസ്. ഇവിടുന്ന് ഏകദേശം അടുത്താണ് നമ്മുടെ റൂം. പട്നയിലെ ബുദ്ധ സ്മൃതി പാർക്കാണ് ഈ കാണുന്നത്. ഇവിടെ വന്ന സമയത്തൊക്കെ ഞങ്ങൾ ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നു. ഇത്തവണ പിന്നെ മഴയല്ലേ, എന്തായാലും അതിൻ്റെ അകത്തേക്കൊന്നും കയറുന്നില്ല. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടേ. അതുപോലെ തന്നെ ഇതാ ഇതിലൂടെ ഒന്നും നടക്കാൻ പറ്റില്ല, നല്ല വെള്ളമാണ്. പിന്നെ ഇവിടെ പട്നയിൽ മെട്രോൻ്റെ ഒരു വർക്കുകൾ കാണാം. ഇത് ഈ ഭാഗത്തുനിന്ന് നേരെ അങ്ങ് പോകും. ഇവിടുന്ന് ഇനിയിപ്പോൾ റൈറ്റിലേക്കാണ് നമ്മുടെ റൂമുള്ളത്. സൈക്കിൾ റിക്ഷ ഇത് കണ്ടോ. മെട്രോ മുഴുവനും വെള്ളം കയറിയിട്ടുള്ളത്. എന്തായാലും റൂമിലെത്തി കാല് വൃത്തിക്ക് കഴുകിയിട്ട് എന്തായാലും ബാക്കി എവിടെയായാലും പോകാൻ പറ്റുള്ളൂ. ഹോട്ടൽ വൃന്ദാവൻ എന്നാണ് ഞങ്ങളെടുത്ത
അതിൻ്റെ പേര് ഹോട്ടൽ വൃന്ദാവൻ. ഇവിടെയാണ് നമ്മൾ റൂം എടുത്തത്. ഇനി പെട്ടെന്ന് പോയിട്ട് ചെക്ക് ഇൻ ചെയ്യാം. പട്നയിൽ ഞങ്ങൾ ഒരുപാട് സെർച്ച് ചെയ്ത് ഒരു ബഡ്ജറ്റ് രീതിയിൽ കിട്ടിയൊരു റൂം ഇതാണ്. ചെറിയൊരു മുറിയാണ്. ഇവിടെ തന്നെ ഒരു മിറർ കാണാം, പിന്നെ 2 ചെയർ ഉണ്ട്, ഒരു ടേബിൾ ഉണ്ട്, പിന്നെ നമുക്ക് ചാർജിങ് സോക്കറ്റൊക്കെ ഇവിടെയാണ് വരുന്നത്. ഇതാ ഇവിടെയും വരുന്നുണ്ട്. പിന്നെ ഒരു ടി വി ഒക്കെ ഉണ്ട്. ഇന്ത്യൻ ടൈപ്പാണ് ടോയ്ലറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല ഒരു ബെഡ് തന്നെയാണ് കേട്ടോ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് നമ്മൾ ഒരുപാട് നോക്കി, അഗോഡ വഴി നോക്കി, ഗോയിബിബോ, മേക്ക് മൈ ട്രിപ്പ് എല്ലാം നോക്കി. അവസാനം ഗോയിബിബോ വഴിയിലാണ് ഈ റൂം ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഓൺലൈൻ വഴി റൂം ബുക്ക് ചെയ്യുമ്പോൾ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗം തന്നെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. ഈ ഭാഗത്ത് ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. 900 രൂപക്കാണ് ഞങ്ങൾക്ക് ഈ റൂം കിട്ടിയത്. അതുപോലെ തന്നെ എന്താ പറയാ, പുറത്ത് ഇപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ നനഞ്ഞു. അതൊക്കെ എന്ന് പറഞ്ഞാൽ പല വെള്ളമല്ലേ. കാരണം ഈ പട്ന റെയിൽവേ സ്റ്റേഷൻ ഭാഗം എന്ന് പറഞ്ഞാൽ അത്ര വലിയ വൃത്തിയൊന്നും ഇല്ലാത്തൊരു ഭാഗം. 2 മഴ പെയ്യുമ്പോഴത്തേക്ക് തന്നെ ഈ ആൾക്കാര് എന്താ പറയാ മൂത്രമൊക്കെ ഒഴിക്കുന്നത്. അവിടെ ടോയ്ലറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ആ പാലത്തിന്റെ അവിടെ. അതും പിന്നെ തുപ്പ്. ഇവര് മെയിൻ വിഷയം എന്ന് വെച്ചാൽ പാൻപരാഗും മറ്റു സംഭവങ്ങളൊക്കെ വെച്ച് തുപ്പിക്കൊണ്ടിരിക്കും. ഇതെല്ലാം മിക്സ് ആവുമല്ലോ. നമ്മൾ ഈ വെള്ളം കെട്ടി കിടക്കുന്ന സമയത്ത് അതിൽ കൂടെ നടന്നാൽ എന്തായാലും കാലൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പം ഒരു 2 മണിക്കൂർ കഴിഞ്ഞ്, അതായത് ഇപ്പൊ ഏകദേശം ഒരു 12:30 ആയി, ഒരു 2:30 ഒക്കെ ആവുന്ന സമയത്ത് ഞങ്ങൾ ഇനി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ പോകാനുണ്ട്. സമയം 2:30 ആയേ. ഇവിടെ ഇപ്പോഴും നല്ല ശക്തമായ മഴ തന്നെയാണ്. ഈ മഴ കുറയുന്ന വിചാരിച്ചിട്ടാണ് ഞങ്ങൾ റൂമിൽ ഇത്ര നേരം നിന്നത്. ഒരു കാര്യമില്ല, ഒരു മാറ്റമില്ല അല്ലേ? ഒരു മാറ്റമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്യുക, കൊട എടുത്തിട്ട് തന്നെയാണ് യാത്ര പോകുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് സിഖ് മതത്തിലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ്. നമ്മുടെ ഹിന്ദു മതത്തിൽ 12 ജ്യോതിർലിംഗങ്ങളാണ് ഇമ്പോർട്ടന്റ്. അതുപോലെ തന്നെ സിഖ് മതത്തിൽ അവരെ ഇമ്പോർട്ടന്റ് ആയ, അതായത് പ്രധാനപ്പെട്ട ആരാധന കേന്ദ്രത്തിന് പറയുന്ന പേര് തക്കത്ത് എന്നാണ്. അങ്ങനെ നല്ല ഒച്ചയാണ് ഇവിടെ വണ്ടിക്കൊക്കെ. ഓരോരോ ചൂടല്ലേ, അത് നിർത്തൂല എന്തായാലും. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ 12 ജ്യോതിർലിംഗങ്ങൾ എന്ന് പറഞ്ഞ പോലെ സിഖുകാർക്ക് 5 പ്രധാന തക്കത്തുകളുണ്ട്. ഈ ആരാധന കേന്ദ്രത്തിന് പറഞ്ഞ പേരാണ് തക്കത്ത് എന്ന് പറഞ്ഞത്. അപ്പൊ അതിൽ 3 വരുന്നത് പഞ്ചാബിലാണ്. അതായത് ഒന്ന് വരുന്നത് പഞ്ചാബിലെ ആനന്ദപൂര്, പിന്നെ മറ്റൊന്ന് വരുന്നത് അമൃത്സർ, പിന്നെ ബത്തിണ്ട, പിന്നെ വരുന്നത് 4ാമത് വരുന്നത് മഹാരാഷ്ട്രയിലെ നാന്ദദിൽ വരുന്നുണ്ട്, പിന്നെ 5ാമത് വരുന്നതാണ് നമ്മുടെ പട്നയിലെ പട്ന സാഹിബ് എന്ന് പറയും. അപ്പം ഇവിടുന്ന് ഏകദേശം ഒരു 9 കിലോമീറ്റർ നമുക്ക് പോകാനുണ്ട്. ഞങ്ങളിപ്പോൾ നോക്കിയ സമയത്ത് 2:30-2:45 സമയത്ത് പട്ന സാഹിബ് വഴി കടന്നു പോകുന്ന ഒരു ട്രെയിൻ ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷൻ പോയിട്ട് ട്രെയിനിൽ പോകാമല്ലോ. ട്രെയിനിൽ പോകുന്നതാണ് ഏറ്റവും നല്ലത്. ബസ്സൊക്കെ കിട്ടുമായിരിക്കും, പക്ഷെ ഞങ്ങൾ അത് നോക്കുന്നില്ല. ട്രെയിൻ ഉണ്ടാകുമ്പോൾ എന്തായാലും ട്രെയിൻ തന്നെ പോകാമല്ലോ. പിന്നെ ഞങ്ങളുണ്ടല്ലോ, ആദ്യമായിട്ട് നേരിട്ടൊരു അനുഭവമാണല്ലേ. നമ്മുടെ റൂമിന്റെ കീ എവിടെ കൊടുത്തു? അത് പറയുന്ന സമയത്ത്, നമ്മൾ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മളോട് അവിടുത്തെ റിസപ്ഷനിസ്റ്റ് പറഞ്ഞു, നിങ്ങളുടെ താക്കോല് വേണമെന്ന്, കീ കൊണ്ടുപോകാൻ പാടില്ല, ഇവിടുത്തെ റൂളാണെന്ന് പറഞ്ഞു. ഞങ്ങൾ ആദ്യം ഒന്നും സമ്മതിച്ചില്ല. ഒരിക്കലും ഇന്നത്തെ തീയതി വരെ ഒരു ഹോട്ടലിനും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ റൂൾ അങ്ങനെയാണെന്ന് പറഞ്ഞു. അന്നേരം എന്ത് ചെയ്യുക, ഞാൻ ഇത്ര കാര്യങ്ങളൊന്നും എടുത്തിട്ടൊന്നും ഉണ്ടായില്ല. പക്ഷെ നമുക്കൊരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ട്, ബീഹാറാണല്ലോ, ഞങ്ങൾ നേരെ മുറിയിൽ പോയിട്ട് ഞങ്ങളുടെ സകലമാനം, ഞങ്ങൾ ട്രെയിനിൽ എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത് എല്ലാ ചാർജർ അടക്കം, അതായത് നമുക്ക് പ്രധാനപ്പെട്ട രേഖകളും നമ്മുടെ ചാർജറുകളും എല്ലാം ഈ ബാഗിന്റെ അകത്തുണ്ട്. ഇനിയിപ്പോ ഞങ്ങളുടെ റൂമിലാകെ ഞങ്ങളെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. അത് പോയാൽ വലിയ നഷ്ടമില്ല, പോണെന്നല്ല പറഞ്ഞത്. അവിടെ CCTV ഉണ്ടാവും, ഒന്നും പോവില്ല എന്നൊക്കെയാണ് അവര് ഞങ്ങളോട് പറഞ്ഞത്. എന്നാലും എന്ത് നിയമമല്ലേ, എനിക്കറിയത്തില്ല. ഓരോരോ സ്ഥലത്ത് ഓരോരോ റൂളാണല്ലോ. അത് പ്രത്യേകിച്ച് ഓരോ സ്ഥലത്തിന്റെ അല്ല കേട്ടോ, ഓരോരോ പ്രോപ്പർട്ടിന്റെ ആണ്. ഞങ്ങളിപ്പോ ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോമിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ കണ്ടതാ ഒരു പൈപ്പിന്റെ ഇതൊക്കെ വെള്ളം മൊത്തം പോകുന്നത് ആ ഒരു കോച്ചിന്റെ അകത്തേക്കാണ്. പട്നയിൽ നിന്നും ജജ എന്നൊരു സ്ഥലത്തേക്കുള്ള പാസഞ്ചറാണിത്. പട്ന സാഹിബിലേക്ക് ഒരാൾക്ക് 10 രൂപയാണ് ടിക്കറ്റ് ചാർജ് ആയത്. ഞങ്ങൾ UTS വഴി ആണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്, പേപ്പർലെസ്. 9 കിലോമീറ്ററേ ഉള്ളൂ പോകാൻ. പിന്നെ സീറ്റൊന്നും വേണമെന്നൊന്നുമില്ല, എവിടെ വേണമെങ്കിലും കയറാം. തിരക്കില്ലാത്തൊരു കോച്ച് നോക്കി കയറിയിരിക്കാം. എവിടെ കയറാം, ഇതിൽ കയറണ്ട, തൊട്ടിപ്പുറത്ത് കയറാം. നല്ലൊരു സ്ഥലം നോക്കി ഇരിക്കാം, ഇവിടെ ഇരിക്കാം തൽക്കാലം. അത് ഇവിടെ എല്ലാം വെള്ളമാണ്.
സീറ്റിൻ്റെ ഇവിടെ വെള്ളമാവാൻ കാരണം ഈ വിൻഡോ തുറന്നിട്ടുകൊണ്ടാണ്. പിന്നെ ഇവിടെ ഉണ്ടോ കഴിച്ചതിൻ്റെ വേസ്റ്റൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും. പിന്നെ ഇവിടെ നമുക്ക് പൈസ എല്ലാം വാങ്ങിക്കാൻ പറ്റുന്നില്ല. അത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അല്ലേ. അവർ നമ്മളോട് ഹിന്ദിയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് മലയാളത്തിൽ സംസാരിച്ചാൽ മതി കേട്ടാ. കാരണം അങ്ങനെ പറയുമ്പോൾ അവർക്കും മനസ്സിലാവില്ല, നമുക്കും പ്രശ്നമില്ല. നല്ല തെറി വിളിക്കും കേട്ടാ. എന്ത് നേരിടാൻ തയ്യാറായി നിന്നോ ആ പൈസ ഒക്കെ ചോദിക്കണ്ട്. ഒരു മാന്യത അല്ലേ, പെട്ടെന്ന് തന്നെ പോയി. ബീഹാറിലൂടെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമതായി നമ്മുടെ ഫോൺ തന്നെയാണ്. ഈ ട്രെയിനിൻ്റെ പുറത്തേക്കൊക്കെ ഇട്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ആദ്യം ശ്രദ്ധിക്കുക, ആരെങ്കിലും ഇങ്ങനെ ഈ ഭാഗത്തുണ്ടോ. ട്രെയിൻ മൂവ് ചെയ്യുന്ന സമയത്താണെങ്കിൽ എന്തായാലും അവർ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ പേഴ്സ്. നമ്മുടെ ബാഗൊക്കെ ഉണ്ടെങ്കിൽ അത്രയും കെയർ ചെയ്യുക. കാരണം നമ്മളുടെ കണ്ണൊന്ന് തെറ്റിന്ന് കാണുന്ന സമയത്തായിരിക്കും അത് വന്ന് കള്ളന്മാർ മോഷ്ടിക്കുക. ബീഹാറിന്റെ തലസ്ഥാനമായ പട്നയിൽ നിന്നും ഇന്ത്യ നേപ്പാൾ ബോർഡറായ ജയനഗറിലേക്ക് പോകുന്ന ഇന്റർസിറ്റി എക്സ്പ്രസ് ആണിത്. ഇതിന്റെ അൺറിസർവ്ഡ് കോച്ചാണിത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ജയനഗറിൽ നിന്ന് വന്നതേ ഉള്ളൂ. ഞങ്ങൾ വന്നത് വന്ദേ മെട്രോയിലാണ്. ഇതിന് ചേർക്കാറൊക്കെ ഉണ്ട്. അൺറിസർവ്ഡ് കോച്ച് മാത്രമല്ല, സെക്കൻഡ് സീറ്റിംഗ് ഉണ്ട്. ഇനി ഈ ഭാഗത്തെല്ലാം വേസ്റ്റ് പോകുന്ന ആ ഒരു ഇതാണ്, വല്ലാത്തൊരു സ്മെല്ലാണ്. ഈ വേസ്റ്റ് പോകുന്ന ഇതിലേക്ക് തന്നെയാണ് ഈ ട്രെയിനിലേക്ക് നിറക്കുന്ന പൈപ്പില്ലേ, അതിൻ്റെയൊക്കെ വാൾവൊക്കെ ഉള്ളത് അതിലേക്കാണ്. അതായത് അതിൽ ഓൾറെഡി ടച്ച് ആവുന്നുണ്ട്. അതൊക്കെ തന്നെയാണല്ലോ ഈ നമ്മുടെ ട്രെയിനിലേക്കൊക്കെ വെക്കുന്നത്. എങ്ങനെ നോക്കിയാലും പല പല രോഗങ്ങൾ എന്തായാലും വരും. നോക്കിയും കണ്ടും യാത്ര ചെയ്യാന്നുള്ളതേ ഇതിൽ പറയാനുള്ളൂ. 2:45 ഇവിടുന്ന് വണ്ടി പുറപ്പെടേണ്ടത്. ഇപ്പം 3:20. ട്രെയിൻ ഡിലേ ആണ്. ഇവിടെയാണ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. മൂന്ന് 2 1 അങ്ങനെ. ഇപ്പം മഴ കുറഞ്ഞു. മഴ എങ്ങനെ കുറഞ്ഞു വരട്ടെ. നമ്മുടെ നാട്ടിൽ നിന്ന് എറണാകുളത്ത് നിന്നൊക്കെ ഇവിടത്തേക്ക് ഡയറക്റ്റ് ട്രെയിനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എറണാകുളം പട്ന സൂപ്പർഫാസ്റ്റ്, പട്ന ബൈ വീക്ക്ലി എക്സ്പ്രസ് അതൊക്കെ ഉണ്ട്. പട്ന ജംഗ്ഷൻ. ഇവിടെയുള്ള കെട്ടിടങ്ങളൊക്കെ കാണുമ്പം കുറച്ച് പഴക്കം തോന്നിക്കുന്നുണ്ട്. ഇതൊന്നും തേച്ചിട്ടില്ല, കണ്ട ആ കട്ട അതുപോലെ കാണുന്നില്ലേ. പട്നയുടെ ഒരു സാറ്റലൈറ്റ് സ്റ്റേഷനായ രാജേന്ദ്ര നഗർ ടെർമിനൽ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തി. ഇവിടെ നിന്ന് ഇപ്പോൾ നല്ല തിരക്കാണ്. ഇനി ഇവിടുന്ന് കയറുന്ന ആൾക്കാരാണ്. ട്രെയിൻ ഓൾമോസ്റ്റ് ഇവിടെ തന്നെ ഫുള്ളായി. മൂന്ന് 40 പട്ന സാഹിബ് സ്റ്റേഷനിലേക്ക് ഇതാ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് നേരെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി പോവാം. എന്തൊരു തിരക്കാണ് ഈ സ്റ്റേഷനിലൊക്കെ. ഈ ബീഹാറിൽ നല്ല പോപ്പുലേഷൻ ആണല്ലോ. അതാണ് ട്രെയിനിലായാലും റെയിൽവേ സ്റ്റേഷനിലായാലും ഒരു തിരക്കാണ്. ചാക്കൊക്കെ എടുത്തിട്ട് ഈ ട്രെയിനിലേക്ക് ഇതെങ്ങനെ അതിൻ്റെ അകത്തേക്ക് കയറാനാ? ഇതെവിടെ കയറാൻ? ഒന്നാവില്ല.
ഇതുവഴിയാണ് എക്സിറ്റ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇനിയിപ്പോൾ ഗുരുദ്വാര ഭാഗത്തേക്ക് 1.5 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒരു ബാറ്ററി വണ്ടി കിട്ടി. നേരെ നമുക്ക് ഗുരുദ്വാരയിലേക്ക് തന്നെ പോവാം. സ്റ്റേഷനിൽ നിങ്ങൾ വന്നിറങ്ങിയാൽ തന്നെ ഇതുപോലുള്ള ഒരുപാട് വണ്ടികൾ കാണും. എന്റെ ദൈവമേ, ഈ പാലത്തിന്റെ സൈഡിൽ നിന്ന് താമസിക്കുന്നവരാണ്. ഒരുപാട് ചെറിയ ചെറിയ ഷെഡുകളാണല്ലേ. ഇതൊരു ദാരിദ്ര്യം നടന്ന സ്ഥലമാണെന്ന് അറിയത്. അതിന്റെ ആ ഒരു ഭീകരതയാണ്. റോഡ് മുഴുവനും ശോകമാണ്. പാലത്തിന്റെ താഴെ ഭാഗത്തൂടെയാണ് ഇപ്പൊ പോകുന്നത്. മുട്ടിയില്ല അങ്ങനെ. ഇതൊക്കെ നല്ല തോതിലാണ് വെള്ളം. ആൾക്കാരെങ്ങനെയാ നടന്നു പോകുന്നത് നോക്കിയേ. മുഴുവനും വെള്ളക്കെട്ട് തന്നെയാണ്. ഇതിന് 30 രൂപ ആയതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവിടുന്ന് 400 മീറ്ററേ ഉള്ളൂ. ഇതിലൂടെ തന്നെ നടക്കാം. വലിയ ലോഡ് തന്നെയാണ്. വളരെയധികം ബുദ്ധിമുട്ടാണ് ഇപ്പം അതൊക്കെ കൊണ്ടുപോവുക. ഇതിലൂടെ 2 റൗണ്ട് നടക്കുമ്പോൾ തന്നെ ചെവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം വരും. പട്നയിലെ തഖത് ശ്രീ ഹർമന്ദർ സാഹിബിന്റെ തൊട്ട് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് തലയിൽ കെട്ടാനുള്ള ഒരു തലപ്പാവില്ലേ, ചെറിയൊരു തുണി, അത് വേണമെന്നാണ് തോന്നുന്നത്. പക്ഷെ ഒരുപാട് ആൾക്കാർ കെട്ടാതെയും പോകുന്നുണ്ട്. എന്തായാലും നമുക്ക് അകത്തേക്ക് കയറി നോക്കാം. കയറിയ ഉടനെ തന്നെ നമുക്കിവിടെ നമ്മുടെ ചെരുപ്പ് വെക്കാനുള്ള ഒരു കൗണ്ടർ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് ഇങ്ങനത്തെ ഒരു ടോക്കൺ കിട്ടും. ഫ്രീ ആണേ. എന്നിട്ട് ഇതുവഴി അകത്തേക്ക് കയറാം. അവിടെ നിന്നാണ് നമുക്ക് തലക്ക് ഇടാനുള്ള ഇതൊക്കെ കിട്ടുക. ഇവിടെ നമുക്ക് ഭക്ഷണവും കിട്ടും കേട്ടോ. തലക്കിത് ഇങ്ങനെയാ കിട്ടുക. ഞാൻ ഓൾറെഡി കെട്ടി കേട്ടാ. കറക്റ്റ് അല്ലേ? കയറി വരുമ്പം തന്നെ കാണുന്ന പ്രധാന കാഴ്ച ഇതാണ്. ഇവിടെയൊക്കെ നമുക്ക് വെള്ളം കുടിക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട്. ഇവിടെ നിന്നാണ് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. ഞങ്ങൾ ആ ഭാഗത്തുനിന്ന് കുറച്ച് ആൾക്കാർ, അതായത് ഇവിടെയുള്ള ആൾക്കാരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ പ്രസാദം കഴിക്കാൻ. ഞങ്ങളെന്തായാലും പോകുന്നുണ്ട്. അവിടെ വലിയ മഴ വരികയാണ്. അതിന് മുന്നേ തന്നെ നമുക്ക് ഇത് മൊത്തം ഒന്ന് കണ്ടിട്ട് വരാം. ഈ ഗുരുദ്വാരകളിൽ പോയാൽ നമ്മളധികം സംസാരിക്കാൻ പാടില്ല. അതായത് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല തണുപ്പാണ് ഇവിടെ. ഈ സമയത്ത് വലിയ തിരക്കൊന്നുമില്ല ഇവിടെ. അതുകൊണ്ട് സുഖമായിട്ട് നടക്കാം. ഭക്ഷണത്തിന് എനിക്ക് തോന്നുന്നു ഓരോ സമയങ്ങളുണ്ടെന്ന് തോന്നുന്നു. ലങ്കർ ഹാൾ ഇതേ ഇവിടെ കാണുന്നില്ലേ? അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് എന്തായാലും ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. അപ്പോൾ
ഇതുവഴി തന്നെ നടക്കാം. ലങ്കർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അന്നദാനം ഇല്ലേ, അത് തന്നെയാണ്. ഇവിടെയാണ്. കൈ കഴുകിയിട്ട് പോവാം. ഇതാണ് ലങ്കർ. റൈസ് ഉണ്ട്, പിന്നെ ഒരു കടലക്കറി, പരിപ്പ് കറി, ചപ്പാത്തി, കുടിവെള്ളം. നല്ല ടേസ്റ്റ് ഫുഡാണ് ഇത്. പിന്നെ ഇതിൻ്റെ കൂടെ പായസം കൂടെ വന്നിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമായ ഭക്ഷണമാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുക. സിഖുകാരുടെ പ്രധാനപ്പെട്ട ദേവാലയത്തെ പറയുന്ന പേരാണ് തക്കത്തുകൾ. ഈ പട്ന സാഹിബിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ 10ാമത്തെ സിഖ് ഗുരുവായ ഗുരു ഗോവിന്ദ് സിംഗ് എന്ന് പറയുന്ന ഗുരു 1666 അന്നത്തെ മുഗൾ സാമ്രാജ്യത്തിന്റെ ഭാഗമായ പട്നയിലാണ് ജനിച്ചത്. പിന്നീട് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം അടയാളപ്പെടുത്തുന്നതിന് വേണ്ടി മഹാരാജാവ് രഞ്ജിത് സിംഗ് ആണ് ഈ തക്കത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നിർവഹിച്ചത്. എന്നാൽ 1934 ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടായ സമയത്ത് ഈ തക്കത്തൊക്കെ പൂർണ്ണമായും നശിച്ചു പോവുകയുണ്ടായി. എന്നാൽ പിന്നീട് 1948നും 1957നും ഇടയിൽ ഈ കാണുന്ന രീതിയിൽ ഈ തക്കത്ത് പുനർനിർമ്മിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഗുരുദ്വാരകളിൽ പോയാൽ നല്ല ടേസ്റ്റ് ഭക്ഷണം തന്നെയാണ് കിട്ടുക. അവസാനം കിട്ടിയ പായസമില്ല, അതിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു അല്ലേ? അതെ, അതുപോലെ തന്നെ എന്താ പറയുക, ഫുഡ് വേസ്റ്റ് ചെയ്യാതെ മുഴുവനായും കഴിയണം എന്നാണ് എന്താ പറയുക അവിടെയുള്ളവർ പറയുന്നത്. ഇനിയിപ്പം നമുക്ക് നേരെ തിരിച്ചു പോവാം. ഇപ്പം വീണ്ടും മഴ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ ഉണ്ടല്ലോ, നമ്മൾ അവിടുന്ന്, അതായത് ലങ്കർ കഴിക്കുന്ന സമയത്ത് നമുക്ക് അവിടുന്ന് കൂടുതൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക വീഡിയോ ഒന്നും ചിത്രീകരിക്കാൻ സാധിക്കില്ല. കാരണം അത് നമ്മളൊരു ഗുരുദ്വാരയിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മാന്യതയിൽ തന്നെ പോകണമല്ലോ. തീർച്ചയായിട്ടും. ഞങ്ങൾ പണ്ട് അമൃത്സർ പോയ സമയത്ത് ഞങ്ങൾ അവിടുന്ന് സെൽഫിയിലൊക്കെ സംസാരിച്ച സമയത്ത് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു സെൽഫിയിൽ സംസാരിക്കാൻ പാടില്ല, നിങ്ങൾ വീഡിയോ എടുത്തോ. അങ്ങനെയാണ് ഉണ്ടായത്. പിന്നെ ഞങ്ങൾക്ക് ആ ഒരു മനസ്സിലായി, ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അവിടെ പെരുമാറേണ്ടതെന്ന്. കല്യാൺ ജ്വല്ലേഴ്സ് ദാ ഇവിടെ ബീഹാറിലെ പട്നയിൽ. ഇത്ര അടുത്ത് കല്യാൺ ജ്വല്ലേഴ്സ് കാണാൻ പറ്റിയല്ലേ? പട്നയിൽ അപ്പോൾ ഇതാണല്ലേ, ഇതന്നെ ആയിരിക്കുമല്ലോ ഒറിജിനൽ എന്നല്ലേ? അതെ അതെ. നമുക്ക് കുറച്ചും കൂടെ മുന്നിലോട്ട് നടന്നു പോയിട്ട് ഇതുപോലെയുള്ള വണ്ടി ആക്കിയിട്ട് പോവാം. തിരിച്ചൊരു ഷെയർ വണ്ടി കിട്ടിയേ. നടന്നിട്ടൊക്കെ പോവാണെങ്കിൽ മുഴുവനും അലങ്കോലാവും. ഇവിടെ നല്ല റോഡൊന്നുമില്ല, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞിട്ടാണുള്ളത്. പിന്നെ ഇത് ചെറിയ വണ്ടിയല്ലേ. റെയിൽവേ സ്റ്റേഷനിലെത്താനായി. ഒരു 200 മീറ്ററും കൂടെ ഉള്ളൂ. നേരത്തെ ഇതുവഴിയാണ് ഇറങ്ങി വന്നത്. സ്റ്റേഷൻ്റെ മെയിൻ ഭാഗം ഇവിടെയാണ്, പട്ന സാഹിബ് റെയിൽവേ സ്റ്റേഷൻ. മഴയില്ലെങ്കിലാണ് നമുക്ക് നല്ല രീതിയിൽ എല്ലാം നടന്ന് കാണാൻ പറ്റുക. ആ തുടക്ക സമയത്ത് നല്ല പെരുമഴ പെയ്തുകൊണ്ടാണ് പല സ്ഥലങ്ങളും ഞങ്ങൾക്ക് തന്നെ മിസ്സായത്. 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ 1ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഒരു ട്രെയിൻ വരികയാണ്. അതിൻ്റെ അണ്ടർ റിസർവിലത്തെ തിരക്ക് നോക്കിക്കോ നിങ്ങൾ.
ബസ്സിലേക്കെല്ലാം തിരക്ക് നോക്കിയല്ലേ. ഇങ്ങനെയാണ് ആൾക്കാരൊക്കെ പോകുന്നത്. ഇനി പട്നയിലേക്ക് പോകുന്ന ട്രെയിൻ ഇസ്ലാംപൂരിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള മഗധ് എക്സ്പ്രസ് ആണ്. ഇവിടത്തേക്ക് ഇനി 2 കിലോമീറ്ററും കൂടെ ദൂരമുള്ളൂ. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമുണ്ട്, ഞങ്ങളെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഈ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ് കുറേ ആൾക്കാർ പ്ലാറ്റ്ഫോമിന്റെ സൈഡിൽ നിന്നൊക്കെ മൂത്രമൊഴിക്കുന്നത്. അത് ഇതാ ഇപ്പൊ എന്റെ മുന്നിൽ തന്നെയുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് ക്യാമറ തിരിക്കാത്തതാണ്. ഞാൻ കുറെ നേരം മനുവിനോട് പറഞ്ഞു വേണ്ടടാ അതൊന്നും എടുക്കണ്ടെന്ന്. കാരണം നമുക്കൊരു അരോചകമായി തോന്നുന്നില്ല. എന്താ അവസ്ഥ അല്ലേ, വൃത്തിയില്ലായ്മ. അൺറിസർവ്ഡിൽ കയറാനുള്ള തിരക്കാണ് ഈ കാണുന്നത്. ഇതിന്റെ സ്ലീപ്പർ ക്ലാസ് ഒക്കെ വരിക ഇങ്ങോട്ടാണ്. WAP5 ആണ് ലോക്കോമോട്ടീവ്. അണ്ടർസോണിലൊക്കെ നല്ല തിരക്കാണ്. എങ്ങനെയെങ്കിലും പോയാൽ പറ്റൂ. രാജേന്ദ്ര നഗറിൽ ഈ ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ട്. എന്റെ അമ്മ ഒന്നേരം തിരക്കല്ലേ. പട്ന ജംഗ്ഷൻ. ഇനിയിപ്പോൾ ഇവിടുന്ന് അൺറിസർവ്ഡിൽ കയറാനുള്ള തിരക്കാണിത്. നാളെ ഒരു ഉച്ചയ്ക്ക് ഒരു 12 മണി ആ ഒരു സമയത്ത് ഇത് ഡൽഹി എത്തും. അവിടെയാണ് ഒരുപാട് ആൾക്കാർ കയറുന്നത്. അങ്ങനെ പട്ന റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് തിരികെയാണ്. രാത്രിയിൽ ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ ആ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ നേരെ റൂമിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. തിരിച്ചിനിയിപ്പം റൂമിലെത്തി നമ്മുടെ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ സുരക്ഷിതമായി ഉണ്ടോയെന്ന് ഫസ്റ്റ് നോക്കണം. കീ അവിടെയാണല്ലോ ഉള്ളത്. ഇതുവഴി തന്നെ അങ്ങ് നടക്കാം. ഈ രാത്രിയാവുന്ന സമയത്ത് ഇവിടെ തിരക്കിന് കുറച്ച് കുറവുണ്ട്. ഉച്ച സമയത്ത് വന്ന അത്രയില്ല. ഇപ്പോൾ തിരിച്ച് റൂമിലേക്ക് എത്തി. നമ്മുടെ ഒരു സാധനം തന്നെ ഇവിടുന്ന് പോവില്ല. എല്ലാം അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്. ഒരു പക്ഷെ അത് ഈ പ്രോപ്പർട്ടീൻ്റെ ഒരു റൂളായിരിക്കാം. പക്ഷെ എന്ത് പറഞ്ഞാലും നമ്മൾ പൈസ കൊടുത്ത് ബുക്ക് ചെയ്തൊരു റൂം അവിടെ നിന്ന് നമ്മൾ ഓരോ സ്ഥലത്തേക്കും കാണാൻ പോകുമ്പോൾ തിരിച്ച് ഇവർക്ക് ഈ ഒരു കീ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു നല്ലൊരു പരിപാടിയായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അതായത് പെട്ടെന്ന് ഈ ഒരു ബീഹാർ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ബാഗിൽ എല്ലാ കാര്യങ്ങളും എടുത്തു പോയത്. ഇവിടെ ഭയങ്കര മോഷണം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തത് 12:15 സമയത്താണ്. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങാൻ കരുതിയാണ്. ഒരുപാട് സ്ഥലങ്ങൾക്ക് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഗംഗാ തീരത്തിന്റെ ഭാഗത്ത് ഒരു കുറച്ച് ഘട്ടുകളൊക്കെ ഉണ്ട്, അത് കാണാൻ വേണ്ടി പോകാൻ നിന്നതാണ്. പക്ഷെ അവിടെയൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറിയതും പിന്നെ ഈ പറഞ്ഞ 2:30 വരെയാണ് ഞങ്ങൾ മഴ കുറയാൻ കാത്തു നിന്നത്. കാരണം പോകുന്ന വഴിയൊക്കെ നിങ്ങൾ കണ്ടത് ഒട്ടുമിക്ക സ്ഥലത്തൊക്കെ ഇപ്പൊ വെള്ളം കയറിയിട്ടാണുള്ളത്. ഇപ്പൊ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ രാത്രിക്കത്തെ ഭക്ഷണം ഞങ്ങൾ ഇവിടെ നിന്നും കഴിക്കുന്നില്ല. ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാനാണ്. സൊമാറ്റോ വഴി ബുക്ക് ചെയ്ത് 1/2 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ ഒരു താഴെ തന്നെ ഫുഡ് കൊണ്ടുതരും. എന്ത് വേണമെങ്കിലും ബുക്ക് ചെയ്യാം കേട്ടോ. സൗത്ത് ഇന്ത്യയിലുണ്ട്. പക്ഷെ വേറെ കാര്യം എന്ന് വെച്ചാല് നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ വന്നിട്ട് സൗത്ത് ഇന്ത്യൻ ഫുഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര കത്തി റേറ്റ് ആയിരിക്കും. വിചാരിച്ച പോലെ ഒന്നും അല്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ മസാല ദോശയൊക്കെ ഒരു 60 രൂപയ്ക്ക് കിട്ടുവാണെങ്കിൽ ഇവിടെ മിക്കവാറും 150, 200. സൊമാറ്റോ ഒക്കെ ആണെങ്കിൽ കൂടത്തേ ഉള്ളൂ. അതെ, അതൊക്കെ നോക്കി ബുക്ക് ചെയ്യാം. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് മറ്റു വീഡിയോ സംഘടനയിലേക്കും. ബൈ ബൈ.